குறைந்த விலை நிறைந்த தரம் தங்கள் தேவைகள் அனைத்தும் ஒரே இடத்தில் ஜெயச்சந்திரன். സെലിബ്രേറ്റ് പ്രൊഡക്ഷൻസ് വഴങ്ങും റാസ്തീത് ഇയക്കത്തിൽ ശ്രീകാന്ത് നടിക്കും സത്തമിன்றி മുത്തം താ വെற்றி നടை போடுகிறது. 13 പേര് സെയിം അവാർഡത്തിൽ മരിച്ചേക്കണേണ്. ഇപ്പം 14ാമത്തെ ആളാണ് വിട്ടോന്ന് പറഞ്ഞു. പൊട്ടിപ്പോയി. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചാണ് 13 പേര്, അല്ലാണ്ട് കണക്കില്ലാണ്ട് പോയേക്കണത് 19 പേരോളം പോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ സുഭാഷ് ഒരു കുഴിയിൽ വീണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴിയിൽ വീണ് ഇപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു ആ കുഴിയിൽ വീണിട്ട് ഇതുവരെ ആരും തിരിച്ചിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കുഴിയിൽ ഇതിക്കുമ്പോൾ പോയെന്ന് പറഞ്ഞല്ല, പോയ സമയത്ത് മരിച്ചിട്ടുണ്ടാവില്ല. കാരണം വെള്ളം കിട്ടാണ്ട് ഭക്ഷണം കിട്ടാണ്ട് മരിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു MLA-യുടെ ഒരു പെങ്ങളുടെ മോൻ അങ്ങനെ ഒന്നും മരിച്ചിട്ടുണ്ട്. കർമ്മം ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുക്കാൻ പോലും ആർക്കും പറ്റിയിട്ടില്ല. ചെകുത്താന്റെ അടുക്കള എന്ന് പറയുന്നത് ആരെയും തിരിച്ചിട്ടിട്ടില്ല, ബോഡി പോലും കിട്ടിയിട്ടില്ല. ഇത് വോയിസ് നമ്മുടെ ഇതിലേക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ മെമ്മറിയിലേക്ക് ഫീഡ് ആവുണ്ടായില്ല. ടൂർ പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി. ഞാൻ വിചാരിച്ച് മരിച്ചു പോയിട്ട് വേറെ ഏതോ ലോകത്ത് കിടക്കണേന്നുള്ളത്. അല്ല, അവര് പറഞ്ഞത് ഇതാണ്, ഒരാൾ പോയി, ഇനി രണ്ടാമത് ഒരാളെയും കൂടി അതിനകത്തേക്ക് ഇനി കളയാൻ പറ്റില്ല. ഈ പോലീസുകാർ ഞങ്ങളോട് ചെയ്തതും അവിടുത്തെ ഈ ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്തതൊക്കെ നമുക്ക് മനസ്സിൽ ഒരുപാട് കിടപ്പുണ്ട്. കയറി വന്നപ്പോൾ അവരെന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് വല്ല സ്കെൽറ്റണും കണ്ടാന്ന് ചോദിച്ചത്. സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞത്. സാഹസിക യാത്രകൾ ചെയ്തിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യുമോ? മഞ്ഞുമൽ ബോയ്സ് ഇനിയും ചെയ്യും, ഇനിയും ചെയ്തോണ്ടേയിരിക്കും. മഞ്ഞുമൽ ബോയ്സ് ഇനിയും ചെയ്യും, ഇനിയും ചെയ്തോണ്ടേയിരിക്കും. ഹായ്, ബിഹൈൻഡ് വുഡ് സൈസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ദ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പടത്തിന്റെ വിശേഷങ്ങൾ കണ്ടു, പോസ്റ്റേഴ്സ് കണ്ടു, പാട്ടുകൾ കണ്ടു. പക്ഷെ ദ റിയൽ മഞ്ഞുമൽ ബോയ്സ്, ഹായ്. ശരിക്കും ബോയ്സ് ഒക്കെ മാറി വലിയ ആൾക്കാരായി. 18 വർഷമായില്ലേ? ആക്ച്വലി പടം കണ്ട് എല്ലാവരും ത്രിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങളെ കാണാൻ വേണ്ടി, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. കാരണം പടത്തിലേക്കാൾ ഭീകരാവസ്ഥ ആയിരിക്കും ഒബ്വിയസ്ലി ആ ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. എന്താണ് ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്ത്. ഹലോ, ഞാൻ സിക്സൻ. മഞ്ഞു ബോയ്സിൽ ബാലു വറീസ് ചെയ്യണ റോളാണ് എൻ്റെ. ഓക്കെ. എൻ്റെ പേര് കൃഷ്ണകുമാർ. മഞ്ഞുമൽ ബോയ്സിലെ ഗണപതി ചെയ്യണ റോളാണ്. ഓക്കെ, ഫൈൻ. എൻ്റെ പേര് സുഭാഷ്, ബാസ് ചെയ്യണ റോള്. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ബാസ് ചെയ്യുന്ന റോളാണ് ചെയ്യുന്നത്. ഓക്കെ. എൻ്റെ പേര് സിജു ഡേവിഡ്. കുട്ടനെന്നാണ് പടത്തിൽ പേരുണ്ട്. സൗബിനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. എൻ്റെ പേര് സുജിത്ത്. അരുൺ കുര്യനാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത്. എൻ്റെ പേര് സിജു, ജീൻലാലാണ് ക്യാരക്ടർ ചെയ്യണത്. എൻ്റെ പേര് പ്രസാദ്, ഞാനാണ് ഡ്രൈവർ. അത് ഗാലിദ് റഹ്മാൻ ചെയ്യണത്. ഓക്കെ. എൻ്റെ പേര് റോണിഷ്, ഞാൻ ഇവരുടെ ഫ്രണ്ടാണ്. റോണിഷാണ് ഈ സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യണവരുടെ മുമ്പിൽ. എൻ്റെ പേര് ജിൻസൺ, വിഷ്ണു രഘുവിന്റെ റോളാണ്. എൻ്റെ പേര് സുധീഷ്, ദീപക്കാണ് എൻ്റെ റോള്. എൻ്റെ പേര് സുമേഷ്, വിവേക് എന്ന് പറഞ്ഞ ആളാണ് റോള്. ഓക്കെ. എൻ്റെ പേര് അഭിലാഷ്, ചന്തുവാണ് എൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. ഓക്കെ, ഡൺ. എന്തൊരു എനർജിയാണ് എനിക്ക്. നിങ്ങൾ ആ ഒരു ട്രിപ്പ് ഇതേപോലത്തെ ഒരു എനർജി പാക്ഡ് ആയിട്ടാവും പോയിണ്ടാവും എനിക്ക് തോന്നുന്നത്. ട്രിപ്പിൾ എനർജിയാണ്. ഒന്നാമത്തെ കാര്യം ഞങ്ങ യൂത്താണെന്ന്. അന്നത്തെ പോളി എന്ന് പറഞ്ഞാല് വിത്ത് പോളി അറിയാലോ. അന്നത്തെ പ്രായം ആരും പറയരുത്. അത് പറയണം കേട്ടോ. അന്ന് എനിക്ക് ഇപ്പോഴും പൊളിക്കൊരു കുറവില്ല. ഇപ്പോഴും പൊളിയാണ്. എന്തൊരു എനർജിയാ. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ ഫാൻസ് ആവും. ഓക്കെ, എന്താണ് ശരിക്കും മഞ്ഞുമൽ ബോയ്സ്? അതെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതാണ് ഓരോ ടൈമിലും നമുക്ക് ടൂർ പോവാ, എൻജോയ് ചെയ്യാം. അതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും കൂടാനുള്ള ഒരു അവസരമാണ് ടൂർ എന്ന് പറയുന്നത്. എല്ലാം മറന്ന് ആസ്വദിക്കാനുള്ള ഒരു സംഭവം. അതാണ് ഫ്രണ്ട്ഷിപ്പ്. എല്ലാത്തിനും ഫ്രീ, അടിച്ചു പൊളിക്കാം. അല്ല, ഞങ്ങള് ഈ ഇൻസിഡന്റിനേക്കാളും ഉപരി ഇവർക്ക് ഇത് കണക്ട് ആയത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പും ആ ഒരു ബോണ്ടിങ്ങും ആണ്. ഈ സിനിമയിലേക്ക് അവർക്ക് ഓണാക്കിയത് അതാണ്. ഈ ഇൻസിഡന്റിനേക്കാൾ ഉപരി ഇത് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സത്യം പറയാലോ. ഞാൻ എന്തും നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ നമ്മുടെ അടുത്ത് ഫ്രണ്ട്സ്. പക്ഷെ ശരിക്കും റിയൽ ലൈഫില് ഒരാളുടെ ജീവൻ വരെ ഞാൻ പണയം വെച്ച് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നമ്മൾ മീൻ ചെയ്ത ഒരാൾ പറയില്ലേ, ആ ആദ്യമായിട്ടാ കാണുന്നത്. അതിനൊരു കയ്യടി.
അപ്പൊ അന്ന് ആ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു, ആരാണ് ആ ട്രിപ്പിന്റെ എന്താ ഓക്കെ നമുക്ക് കൊടൈക്കനാല് കോർഡിനേറ്റർ ആരാണ്? ആദ്യം ആ ട്രിപ്പ് ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എല്ലാരും കൂടി പ്ലാൻ ചെയ്താണ്, ടൂർ പോകാനുള്ള പ്ലാൻ എല്ലാരും കൂടിയിട്ടാണ്. ഒരാളായിട്ടല്ല, ഇത്രയും കൂട്ടുകാരൊന്നും അല്ല, ഇഷ്ടംമാരെ പേര്. ഞങ്ങള് 10-30 പേരുണ്ട്. കൂടുതൽ ആൾക്കാരുണ്ട്. മഞ്ഞുമ്മല് അവിടെ ഞങ്ങളുടെ ഏരിയയിൽ എല്ലാരും കൂടെ ടൂർ പ്ലാൻ ചെയ്യും. മാടപ്പാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ സ്ഥലം. എല്ലാ വീട്ടിലും 2 പിള്ളേര് 3 പിള്ളേര്. അത് ശരിയാ, അതുകൊണ്ട് ഈ പടത്തിൽ പെണ്ണുങ്ങളെ കാണാത്തത്. പിന്നെ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കൂട്ടുകാരനെ പിന്നെ എന്റെ പെങ്ങളെ എന്നെക്കാട്ടും മൂത്താണ്, വീട്ടുകാർക്ക് പ്രേമിക്കാണ്ട് വിടൂല. അതും പ്രശ്നമാണ്. അപ്പൊ പറയാ ആരാണ് അതിന്, എന്തുകൊണ്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ചൂസ് ചെയ്തു? നമുക്ക് ഇങ്ങോട്ട് തന്നെ പോവാന്ന് എന്തുകൊണ്ട് ആരത് ചൂസ് ചെയ്തത്? ഫസ്റ്റ് ഗോവയ്ക്കായിരുന്നു പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ലക്ഷ്മി കുറവായ കാരണം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. ലക്ഷ്മിയാ? ലക്ഷ്മി സാമ്പത്തിക ഇതിൽ ലക്ഷ്മി ആരാന്ന്. ഓക്കെ, അപ്പൊ അതില്ലാത്തോണ്ട് ഗോവ പരിപാടി പ്ലാൻ ക്യാൻസൽ ചെയ്തു. ദെൻ കൊടൈക്കനാലിലേക്ക് എങ്ങനെ എത്തി? പഴനി വഴി കൊടൈക്കനാല് പോയി. ഓക്കെ, മാറ്റിപ്പിടിക്കാന്ന് പറഞ്ഞ് കൊടൈക്കനാല് വിട്ടു. ഒരു 2-3 പ്രാവശ്യം പോകും. എന്നിട്ട് കൊടൈക്കനാല് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, വീട്ടില് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പടത്തിൽ അങ്ങനെയാണ്, മീൻ അമ്മ പോവാൻ വേണ്ട എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. എങ്ങനെ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നോ വീട്ടില്? എല്ലാരും വീട്ടിൽ എതിർപ്പുകൾ ഉണ്ടാവൂല, പോണ്ടെന്ന് പറയും എല്ലാരും. നമ്മ ചെറുപ്രായമുള്ള അങ്ങോട്ട് പോണ്ടെന്ന് പറയും. പക്ഷേ അപ്പൊ അത് കഴിയുമ്പോ സോഫ്റ്റ് ആണ്. അങ്ങനല്ല, പോണ്ടെന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മ പറയുമ്പോ നിങ്ങൾ 1 ഡേ ട്രിപ്പ് ഒന്നുണ്ടാണോ പോയത്? പോയത് എല്ലാവരുടെ വീട്ടിൽ അതൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ ആ കോളേജ് എടുക്കുന്നു, കൊടൈക്കനാലിലേക്ക് പോകുന്നു. ബാക്കി പറയൂ ആ ട്രിപ്പിനെ പറ്റിയിട്ട്. ഞങ്ങളുടെ പ്രസാദേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാനില്ല. പ്രസാദേട്ടൻ സൂപ്പറായിട്ട്, പ്രസാദേട്ടനല്ല കേട്ടാ, പ്രസാദ് സോറി, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അയൽവാസിയാണ് പുള്ളി. കുട്ടൻ്റെ ഒപ്പൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, സുധീറൊപ്പം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്തപ്പോ ഞങ്ങൾ 10 പേരുണ്ട്. ഒഴിവാക്കാൻ പറ്റൂല ആരും. നമുക്ക് ആരെങ്കിലും ബേസുള്ള ഒരാളെ വിളിക്കണമല്ല, അല്ലെങ്കിൽ ഒളിച്ച് കയറ്റൂല. ഡ്രൈവറെയും കൂട്ടി 11 പേരാവും. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഓക്കെ ഒരാളുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ അങ്ങ് ഇത്രയും വണ്ണമില്ലായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു 10 പേർക്ക് ഇരുന്ന് സുഖമായിട്ട് പോകാമായിരുന്നു. ഈ ചെറിയൊരു ഇതിനകത്ത് കാണിക്കാത്ത ഒരു ഇത് മാത്രം ഞങ്ങൾക്ക് ഉള്ളത് വേറെ ഒന്നുമല്ല. നമ്മൾ കേരളയിൽ നിന്ന് തമിഴ്നാട് ബോർഡറേക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് ബോർഡറേക്ക് പോരുമ്പോൾ ഒരു വണ്ടിയുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനകത്തൊരു പെർമിറ്റ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 9+1 10 പേരാണ് വണ്ടിയുടെ കപ്പാസിറ്റി. ഇതിനകത്ത് 11 പേരുണ്ട്, ഞാൻ ഡ്രൈവർ അടക്കം 10 പേര് ഇവരുമുണ്ട്. അപ്പോൾ അതിനകത്ത് പെർമിറ്റ് കിട്ടൂല. എന്നുവെച്ചാൽ അറിയാല, ഈ തമിഴ്നാട് പെർമിറ്റ് കിട്ടൂല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് എൻ്റെ കൂടെ വേറൊരു വണ്ടി, എൻ്റെ ട്രാവൽസിന് വേറൊരു വണ്ടി ആ സമയത്ത് കൊടൈക്കനാലും ഊട്ടി ഉണ്ടായിരുന്നു. അവനോട് ഞാൻ സമയം പറഞ്ഞേടാ എനിക്ക് ഈ സമയത്താണ്. അവന് 3 മണിക്കാണ്, ഇവര് ട്രിപ്പ് തന്നെ പറയുന്നത് വൈകിട്ട് 7 മണിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞേടാ വൈകിട്ട് 7 മണിക്കാക്കി. അപ്പോൾ അവരുടെ ആ വണ്ടിക്കകത്ത് 6 പേരുള്ളൂ, നമ്മുടെ വണ്ടിക്കകത്ത് 11 പേരുണ്ട്. അപ്പം ഞാൻ പറയടാ ആ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നീ ഒരാളെ അങ്ങാട് കയറ്റണം. എന്നിട്ട് ഇങ്ങനെ ഇത് പെർമിറ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണ്, നമ്മൾ എന്തും നോക്കേണ്ട കാര്യമില്ല. ആ ഒരു ഇത് മാത്രമേ ഇതിനകത്ത് ചെറുതായിട്ടൊന്നും കാണിക്കാത്തുള്ളൂ, മിസ്സായി പോയെന്നുള്ളൂ. അത് ഇവരോടൊക്കെ പറഞ്ഞതാണ്. പക്ഷേ നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റൂല, കുറച്ചൊക്കെ റീല് യഥാർത്ഥത്തിൽ കാണിക്കാൻ പറ്റൂല. എന്നാൽ ഒരു 96% മാക്സിമം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമ്മുടെ ലൈഫിലുണ്ടായ ഒരു റിയൽ ഇൻസിഡന്റ് നമ്മളൊരു സിനിമയായിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതും നമ്മൾ അവിടെ പോകുന്നതും അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. വർഷങ്ങൾക്ക് ശേഷം ഇതൊരു പടമായിട്ട് നമ്മൾ കാണാൻ പോണേന്നൊക്കെ ഉള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ വീണ്ടും അതൊന്ന് റീവിസിറ്റ് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, റീവിസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കത് സിനിമയായിട്ടല്ല, നമുക്കത് സ്ക്രീനിൽ കാണണം. നടന്ന സംഭവം തന്നെ വീണ്ടും കാണുന്നു. അതില്ലേ അത് പറയാൻ പറ്റൂല. എന്നുവെച്ചാല് അത് കിടക്കലെന്ന് പറഞ്ഞാലേ മുട്ടി കിടക്കണേ, ഒരു തുള്ളി വെള്ള തൊടുവിടാത്ത സീനില് മുട്ടി കിടക്കണേ ഞങ്ങ. എന്നുവെച്ചാല് ഒരു തുള്ളി വെള്ളം അവിടെ നിന്ന് വരരുത് എന്നുള്ള ഒരു
വെള്ളം മാത്രമല്ല കല്ല്, വെള്ളം വരുമല്ല. കല്ല് വീഴുന്നതാണ്. കാരണം കല്ല് വീണ് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ അവൻ ഇവിടെ തങ്ങിക്കണ് എങ്ങാണ്ട് പോകുമെന്ന് അറിയാൻ നമ്മളെ ശരിക്കും പറഞ്ഞ. പിന്നെ അവിടുത്തെ ആ പുള്ളി വന്ന് പറഞ്ഞിട്ട് ഇവിടെ 13 പേര് സെയിം ആ ഡെത്തിൽ മരിച്ചേക്കണേണ്. ഇപ്പം 14ാമത്തെ ആളാണ് വിട്ടോന്ന് പറഞ്ഞു. പൊട്ടിപ്പോയി. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ചാണ് 13 പേര്. അല്ലാണ്ട് കണക്കില്ലാണ്ട് പോയേക്കണത് 19 പേരോളം പോയിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ ഇത് ശരിക്കും ആ കുഴിയുടെ ഉള്ളിൽ പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചേട്ടാ, ഇവര് പുറത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളത് കേറി വന്ന് കുറച്ച് ദിവസം പറഞ്ഞു കേട്ട അറിവ്. ഓക്കെ, ഒരുപാട് ദിവസം പറഞ്ഞു കേട്ട അറിവായിരിക്കും. പക്ഷെ ഇതില് ഒരു സിനിമയ്ക്ക് കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അതിനപ്പുറത്തേക്കാണെങ്കിലും ഇവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആ സ്ക്രീനിൽ കണ്ടപ്പോ എന്തായിരുന്നു ഫീൽ ഉണ്ടായിരുന്നു? അതൊക്കെ അവര് ആ വിഷമങ്ങളൊക്കെ നേരിട്ടേ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എനിക്ക് അറിയാം. ഞാനവ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു, അത് വേറെ കാര്യം. നമുക്കൊരു അപകടം പറ്റി കഴിയുമ്പോൾ അമ്മ അപ്പുള്ള കാര്യങ്ങൾ മറന്നു. കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് റിവൈൻഡ് ചെയ്ത് വരുള്ളൂ കുറെ കാര്യങ്ങൾ. ഈ സുഭാഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇവന് ഒരു 3 വർഷത്തോളം അത് കഴിഞ്ഞിട്ട് അവനൊന്ന് റെഡിയായത്. 3 വർഷം എന്ന് വെച്ചാല് അവന് ഇംഗ്ലീഷ്, ആയുർവേദം, ഒരുപാട് 64 ദിവസം ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ കിടന്നു. ഞങ്ങൾ ഒരു 20 മിനിറ്റ് ഇവന് വിളിച്ചിട്ടുണ്ട്. ഇപ്പം വിളി കേട്ടിട്ടില്ല. കുറിപ്പൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വിളിക്കും, വിളി കേട്ടില്ല. സ്വാഭാവികമായിട്ട് അയാൾ ഓടിക്കും. ഞങ്ങളാ പൊയ്ക്കോന്ന് പറയും. അവിടെ നിന്ന് അയാൾ പറഞ്ഞ പൊയ്ക്കും. വന്നപ്പോ തൊട്ട് പുള്ളി പറയണ എന്താന്ന് പറയാമോ, പുള്ളി മരിച്ച്. പോലീസല്ല, അവിടെ ഫയർഫോഴ്സ് അല്ല, ഈ നാട്ടുകാരെ. പുള്ളി വന്നിട്ട് പറഞ്ഞ ഈ കുഴിയിലാണെങ്കിൽ പുള്ളി മരിച്ച്, ഇനി നോക്കണ്ട. ബാക്കിയുള്ളവര് നിന്ന ആള് ഇല്ല, അവിടെ കേറ്റാൻ പാടില്ല. ശരിക്കും അയാളില്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചില ആൾക്കാർ പറയും ഇത് ഭയങ്കര മിറാക്കിളാണ്, ചില ആൾക്കാർ പറയും അയ്യോ അവൻ അങ്ങനെ ഉണ്ടായല്ലോ. ലൈക്ക് കുറെ ആൾക്കാർക്ക് പല അഭിപ്രായമായിരിക്കും. ചേട്ടന് സ്വയം ആ ഒരു ഇൻസിഡന്റ് എന്തായിട്ടാ ഫീൽ ചെയ്തത്? അത്ഭുതമായിട്ട്. ശരിക്കും ഇവന് ആ കുഴിയിൽ കിടന്നിട്ടുണ്ടെന്നില്ലേ, ഒരു കല്ലില്ലേ ജീൻസിൽ കുത്തി കയറി, ആ ഒരു പിടുത്തം മാത്രം ഉണ്ടാവുന്നുള്ളൂ കിടക്കുമ്പോ. വേറൊരു പിടുത്തം ഉണ്ടാവുന്നില്ല. കല്ല് ജീൻസിൽ കുത്തി കയറിയതിന്റെ ഇതുണ്ടോ? മറ്റേ പാടുകളൊക്കെ ഇപ്പോഴും ഉണ്ടോ? സുഭാഷിന്റെ ഡ്രസ്സില്ലേ, സുഭാഷ് രണ്ട് ഈ ഉള്ളിൽ ബനിയാൻ, ഒരു ഷർട്ട്, അതിന്റെ പുറത്തൊരു കോട്ട്, ഒരു ജീൻസ്, ഇന്നർ എല്ലാം ഉണ്ട്. പക്ഷെ എടുത്തപ്പില്ലേ ഒന്നുമില്ല. നാണം എങ്ങനെ പോയെന്നും എന്ത് ചെയ്തെന്നും അവനും അറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല എങ്ങനെ പോയി എന്നുള്ളത്. ഇത്രയും ഉള്ളിലൊക്കെ എന്തോ അത് ഊരിക്കളയണം. അത്രക്ക് ടൈറ്റ് ചെയ്ത് തണുപ്പാണേ, അത്രക്ക് ടൈറ്റ് ചെയ്തിട്ടേന്നാണ്. ഒന്നുമില്ല, സ്വബോധമില്ല. നമ്മ ഭ്രാന്തമായ എന്തെങ്കിലും അവസ്ഥകള് ചെയ്തിട്ടുണ്ടാവോ? അതെ, നമുക്ക് ആ സമയത്ത് എന്താന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഇതാക്കണ പോലെ വേറെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഈ കുഴിയിൽ ഇതിക്കുമ്പോ പോയെന്ന് പറഞ്ഞല്ല, ഒരാരും നേരെ ആ പോയ സമയത്ത് മരിച്ചിട്ടുണ്ടാവില്ല. കടന്ന് വെള്ളം കിട്ടാണ്ട് ഭക്ഷണം കിട്ടാണ്ട് മരിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ആ കുഴിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. കാരണം ഒറ്റ ഒരു കുഴിയല്ല, ഇങ്ങനെ ഒരു നമ്മൾ ശരിക്കും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകൂലേ, അങ്ങനെ പോണ കുഴിയാണ്. നേരെ നിന്ന് തലയിടിച്ച് അങ്ങനെ ഒറ്റയടിച്ച് മറിഞ്ഞു പോകൂല. ഒരാൾക്ക് പോകുന്ന ഒരു ഗ്യാപ്പില്ലേ ശരിക്കും, ആ ഒരു ഗ്യാപ്പ് ഉള്ളത്. എല്ലാരും ഇതേപോലെ ചിലപ്പോ ഒരു 10 മിനിറ്റ് ഒക്കെ വിളിച്ചിട്ടുണ്ടാവും. വിളിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങ അങ്ങനെയല്ല, ഞങ്ങ ഡാവിനെ ബോഡി ആയിട്ട് പോളെന്ന് പറഞ്ഞോളാം. പുള്ളി ഒരു മരിച്ചേക്കണെന്ന് പറഞ്ഞപ്പോ ഞങ്ങ പറഞ്ഞു എന്നാ മരണപ്പെട്ട് കഴിഞ്ഞാല് ഇവന്റെ ശരീരം കൊണ്ട് ഇവനെ കൊണ്ട് പോണോല്ലോ. ഇവന്റെ അമ്മ മറ്റേ വെട്ടിക്കളയും. വേറെ വെയിറ്റാണ്, വേറെ ലെവലാണ് മമ്മി. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയില് നിങ്ങൾ ഫ്രണ്ട്സ് കയറുന്നു, അതിനുശേഷം ഒരു ഇതിന്റെ മേലെ മഞ്ഞുമൽ ബോയ്സും എഴുതുന്ന ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ശരിക്കും ബാസി ആ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു ഇൻസിഡന്റ്, വീഴുന്ന ഇൻസിഡന്റ്. എല്ലാരും പാസ് ചെയ്ത് പോകുമ്പോ ഒരു 2-3 കുഴി പാസ് ചെയ്ത് പോയി. ഒരു 4-5-ാമതായിട്ടാണ് ഇവൻ പാസ് ചെയ്യണത്. പെട്ടെന്ന് ഞങ്ങളുടെ 4 പേര് ഫ്രണ്ടിലും ബാക്കിയുള്ളവർ ബാക്കിലുമായിട്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ പെട്ടെന്നാണ് ഇവൻ താഴത്തോട്ട് പോണത്, ഒറ്റൊരു പോക്ക്. കാരണം ഫ്രണ്ടിലുള്ളവർ കാണില്ല, ബാക്കിലുള്ള കടന്നു പോകുന്നവർ കാണില്ല, ബാക്കിലുള്ളവർ കാണുന്നവനാ പോണത്. ആ ഒരു സെക്കൻഡിലാണ് താഴത്തോട്ട് പോണത്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചോ? ലൈക്ക് നമ്മുടെ ഞങ്ങളുടെ കൂടെ കളിക്കുമ്പോ ഇങ്ങനെ ഒളിച്ചൊക്കെ പരിപാടിയുണ്ട്. അതായത് സുഭാഷിന്റെ അന്നത്തെ ഒരു ഫിസിക്ക്
പിന്നെ സുഭാഷിന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഞങ്ങളെക്കാളൊക്കെ ഭയങ്കര ഫിസിക്ക്, ഇവന്റെ ഹൈറ്റ്, ഇവന്റെ മെന്റൽ സ്ട്രെങ്ത്, ഇതൊക്കെ ചിലപ്പോൾ അവനെ സഹായിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ബാക്കിയുള്ള ആരെങ്കിലും ഒരാളാണെങ്കിൽ ചിലപ്പോൾ അത് വേറെ രീതിയിലായേനെ. ഇതിൽ വേറെ ആരെങ്കിലും ഒരാളാണെങ്കിൽ ചിലപ്പോൾ കഥ മാറിയേനെ. ചേട്ടൻ കഴിഞ്ഞിട്ട് ആരായിരുന്നു ഏറ്റവും ബാക്കില്? ചേട്ടനായിരുന്നു. അപ്പൊ വീഴണത് ചേട്ടനാണല്ലോ കണ്ടത്, പേടിച്ച പെട്ടെന്ന്. ഞാൻ നോക്കുമ്പോ സുഭാഷ് അടുത്ത അപ്പുറത്തേക്ക് കാല് വെക്കുന്നതിന് പകരം സുഭാഷ് നേരെ താഴത്തേക്ക്. ശരിക്കും ഈ പറഞ്ഞ പോലെ അവിടെ മഞ്ഞുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ ഫ്രണ്ടിലേക്ക് പോകണ വിഷൻ അധികം ഇല്ല, ഈ സൈഡിലൊന്നും വിഷൻ ഇല്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരാൾ താഴത്തേക്ക് പോകും. അതെ, താഴത്തേക്ക് പോകുമ്പോ ഈ പറഞ്ഞ പോലെ സൗണ്ടാ കേൾക്കണത്. താഴെ എന്തോ വെള്ളത്തിലോ എന്തോ പോയി വീട്, അങ്ങനത്തെ ഒരു സൗണ്ടാണ് ഞങ്ങൾ കേൾക്കണത്. ഇവര് കൊറേ സമയം വിളിച്ചല്ലോ, ലൈക്ക് ഇരുന്ന് വിളിച്ചു. അതായത് ചേട്ടന്റെ ക്യാരക്ടർ ബാലു വർഗീസ് ചേട്ടൻ ഒച്ച കേട്ടിട്ട് അതെ അതെ ഇപ്പൊ കുറച്ചുകൂടി ലൗഡ് കുറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇതിലും ലൗഡ്. അല്ല, ബാലു വർഗീസിന്റെ ക്യാരക്ടർ ചേട്ടന്റെ ക്യാരക്ടറാണല്ലോ ബാലു വർഗീസ് ചെയ്തത്. അപ്പൊ ഇതേപോലെ ഇരുന്ന് വിളിക്കണ്ടായിരുന്നു, ലൈക്ക് ചേട്ടനെ ഇതാക്കാൻ വേണ്ടി. ഒരു റെസ്പോൺസ് ആ ഭാഗത്തുനിന്ന് വന്നില്ല. അപ്പൊ എപ്പോഴാണ് ആ വോയിസ് കേട്ടത്? അവിടേക്ക് കേൾക്കാനിട്ടായിരുന്നോ അതോ? ഇത് വോയിസ് നമ്മുടെ കേൾക്കുന്നുണ്ട്, പക്ഷെ മെമ്മറിയിലേക്ക് ഫീഡ് ആവുണ്ടായില്ല. ഇത് ഓൾറെഡി നമ്മള് ടൂർ പോയി, ഇതിൻ്റെ അത് ടൂർ പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി. കണ്ണു തുറക്കുമ്പോ ഭയങ്കര ഇരുട്ട്, വവ്വാലിന്റെ ശബ്ദം, ശരീരം മൊത്തം വേദന. ടൂർ പോയതൊക്കെ മറന്നുപോയി, വീണതൊക്കെ മറന്നുപോയി. ഇപ്പൊ ഞാൻ വിചാരിച്ച് മരിച്ചു പോയിട്ട് വേറെ ഏതോ ലോകത്ത് കിടക്കണേന്നുള്ളത് ആ മൈൻഡിലാണ് ഈ ശബ്ദം വന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഓൾറെഡി മരിച്ചു പോയിക്കണല്ലോ, പിന്നെ ശബ്ദം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞിട്ടേ ഒരു 2006 ഈ സംഭവം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം 2008 2009 ഞാൻ വേറൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ട്രിപ്പ് കൊടൈക്കനാൽ പോകുമ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് പോയത്. പക്ഷെ അത് ആ ഫാമിലി ആയിട്ട് പോയപ്പോൾ ഞാൻ അവരോട് കഥയൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു സ്ട്രെച്ചറൊക്കെ വെക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു ഉന്തുവണ്ടിയായിട്ടാണ്. ആ പുള്ളിനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ പണ്ടൊരു സ്ഥലം ഇങ്ങനെ ഒരു പിള്ളേർ വന്ന് കുഴിയിൽ പോയിട്ടുണ്ടില്ലാത്ത. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ വിവരിച്ച്, പക്ഷെ ഞാൻ ആ പുള്ളിനോട് പറഞ്ഞു ഞാനാണ് കൊണ്ടുവന്നൊന്നും പറഞ്ഞു. എനിക്ക് പേടിയാണ്. പണ്ട് ഞങ്ങൾ ആ പോലീസുകാരുടെ ആ ഒരു പേടി ഞങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ ഈ പോലീസുകാർ ഞങ്ങളോട് ചെയ്തതും അവിടുത്തെ ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്തതൊക്കെ നമുക്ക് മനസ്സിൽ ഒരുപാട് കിടപ്പുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു വണ്ടിയായിട്ടാണല്ലോ പോകുന്നത്, ഇവർ തിരിച്ചു പോകുമ്പോൾ ഇനിമാർ നമുക്ക് പണി തരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ആ സ്ട്രെച്ചർ വെക്കണ ആ പുള്ളിക്കാരൻ എന്നോട് കഥ പറഞ്ഞായിരുന്നു. കഥ പറഞ്ഞല്ല, ഈ കുഴീനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അന്നൊന്നും നമുക്കറിയില്ല. ആകെ അറിയാവുന്നത് ഈ കമലഹാസൻ സിനിമ ഗുണ കേവ് ചെയ്തതിൻ്റെ ആ ഗുണ കേവ് എന്നുള്ള കുഴീനെ പറ്റി, പിന്നെ അറിയുന്നത് എന്താണെന്നുള്ളത് ആ കുഴീനെ പറ്റി അറിയില്ലാന്ന്. അപ്പൊ ആ പുള്ളി പറയുന്നത് കേട്ടിട്ടേ ഞങ്ങൾ പേടിച്ചു. ആ പുള്ളി എന്നോട് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയി. പുള്ളി എന്നോട് പറഞ്ഞ്, മോനെ അത് ഒരുപാട് പേര് മരിച്ചു, 13 പേര് മരിച്ചിട്ട്. ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു MLA ഒരു പെങ്ങളുടെ മോൻ അങ്ങനെ ഒന്നും മരിച്ചിട്ടുണ്ട്. അന്ന് 1 ലക്ഷം രൂപ എങ്ങോട്ട് കൊടുക്കുക, 2006 അന്നങ്ങാണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ബോഡിയുടെ ഒരു അംശം പോലും എടുത്തു കൊടുക്കാൻ, ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുക്കാൻ പോലും ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കുഴിയിലേക്കാണ് വീണത്. പിന്നെ പുള്ളി അതിനകത്ത് വിവരിച്ച് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് പുള്ളി വിവരിച്ചു തന്നതില്ലേ. ഇപ്പം ഞാനാണെങ്കിൽ ആ കുഴിയിലേക്ക് വീണ് ഞാൻ മരിച്ചു. പക്ഷെ ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ വീഴുമ്പോൾ തന്നെ മരിക്കണില്ല. എൻ്റെ ഒരു ശബ്ദം ഇടറിപ്പോയതോ അല്ലെങ്കിൽ കൈ കാലൊടിഞ്ഞതോ ശബ്ദം പുറത്ത് ഞാൻ കിടന്ന് പട്ടിണി നരയിച്ചാണ് ആ കിടന്ന് മരിക്കണത്. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. നരക മരണമാണ് സംഭവിക്കുന്നത്. അതിനകത്ത് താഴേക്ക് ഇപ്പം ഞാൻ വീണ് പോയി കുറേ നാൾ കഴിഞ്ഞ് വേറൊരാൾ വീണും. ഈ ആ അസ്ഥികൂടത്തിന് മുകളിലേക്കായി വേറെ ആൾ വീണത്. ഇതൊന്നും ആർക്കും അറിയില്ല സംഭവം. ഇതൊക്കെ പുള്ളി റെസ്പോണ്ട് ചെയ്തത് സുഭാഷ് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടുന്ന് താഴേന്ന് നമുക്ക് റെസ്പോൺസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെറിയ ആ മെമ്മറിയിലാണോ സംസാരിക്കേണ്ടത്? കയറി വന്നപ്പോ അവരെന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് വല്ല സ്കെൽറ്റണും കണ്ടാന്നാ ചോദിച്ചത്. അത് ഇറങ്ങിച്ച നമുക്ക് വേറെ ആരെങ്കിലും സ്കെൽറ്റൺ വല്ലതും കണ്ടാന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത് ആദ്യം തന്നെ. കാരണം ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടല്ലോ, അപ്പൊ ആരെങ്കിലും കണ്ട അങ്ങനെ എന്തെങ്കിലും കണ്ടാന്നാ ചോദിക്കുന്നത്. ആ 15 ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ടായിരിക്കുള്ളൂ മറ്റേ സ്കെൽറ്റൺ ബാക്കി മൃതദേഹങ്ങളോ സ്കെൽറ്റണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? അങ്ങനെ ഇരുട്ടാണല്ലേ സിനിമയില് ലൈറ്റ് ഇങ്ങനെ തലയിൽ വെച്ചിട്ടാ പോണത്. പക്ഷെ ഇറങ്ങിയപ്പോ തൂക്കിട്ട് ഇറങ്ങണത്. ഈ എക്യുപ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. എക്യുപ്മെന്റ് ഒന്നും ഇല്ല അന്ന്. കയറിന് പിടിച്ചു തന്നെയാണ്. ഈ സിനിമക്കൊക്കെ ഒരു പരിധിയാണല്ലോ. സത്യം. ഇവര് നമ്മളവരോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് 96% ശരിയാ. ബാക്കി 4% എന്ന് പറയുമ്പോ 4% നമുക്ക് ഷൂട്ട് ചെയ്യണല്ലോ. നമുക്ക് അതെ, അതാണ് ഈ എനർജി. ഇപ്പൊ ഓൺ ആയിന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരാളാണ് അതിനകത്തേക്ക് പോയേക്കണത്. അപ്പൊ എനർജി എന്ന് പറഞ്ഞാൽ ഡബിൾ. ആദ്യം സ്റ്റെക്കായി പോയി നമ്മളെല്ലാവരും, പെട്ടെന്ന് പേടിച്ച് എന്താണെന്നുള്ളത് അറിയാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുള്ള് എനർജി ആയിരുന്നു. തമിഴിലായിരുന്നു ആ ബോർഡ്. അത് വായിച്ചിട്ട്
മനസ്സിലാവാഞ്ഞിട്ടാണോ നിങ്ങളത്? പക്ഷെ ഇപ്പൊ നമുക്ക് ഫിലിമിൽ കാണിക്കുന്ന നല്ല ഒരു വെയിലേക്ക് ഫെൻസിങ് ഒക്കെ അവിടെ കാണിക്കുന്നത്. അന്ന് അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞൊരു ദുരിപ്പിച്ച് ഒന്നുമില്ല ശരിക്കും പറഞ്ഞോളാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടുവന്ന് ഇതൊക്കെ ഉണ്ട്. പിന്നെ തമിഴിലും തന്നെ കേൾച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളും ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോകണ്ടായിരുന്നു. കുറെ ആളുകൾ ഉണ്ടായിരുന്നു, കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ പോകണ്ടായിരുന്നു അങ്ങോട്ട്. ഇത് ഇപ്പൊ ഒരുപാട് ആളുകൾ പോകണ്ടായിരുന്നു. ഞങ്ങൾ പോയ അതിലേക്ക് അധികം ആൾക്കാർ പോയിണ്ടായിരുന്നില്ല. ഇപ്പൊ കുഴിയിൽ ഇപ്പൊ ചേട്ടൻ വീണുല്ലോ, ശരിക്കും അപ്പൊ ബോധം പോയി അങ്ങനെയായിരുന്നു? ലൈക്ക് അത് വീഴണതൊക്കെ ഫീലായോ? അത് വീണപ്പോ തന്നെ ബോധം പോയി. ബോധം പോയി തിരിച്ചു വരുന്നത് ഇത്ര കഴിഞ്ഞപ്പോഴാണ്. ഇത്ര പെയിൻഫുൾ ആയുള്ളൊരു സംഭവമാണ്. നമ്മ നിരീശ്വരവാദിയായിരുന്നു അതിനു മുമ്പ് വരെ. പക്ഷെ ആദ്യം അമ്മയെന്ന് പറഞ്ഞു, പിന്നെ നമ്മ വിളിക്കാത്ത ദൈവങ്ങളില്ല, പേരറിയാത്ത ദൈവത്തിന് വരെ അവിടെ വിളിച്ച് കരഞ്ഞു. നെഞ്ചിടിക്കണ ഒച്ച, നെഞ്ചിടിക്കണ ഒച്ച ചെവി കേൾക്കാം. ഖാലിദ് റഹ്മാനായ എന്നോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് മച്ചനെ ദൈവം ഉണ്ടാ? അപ്പൊ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ദൈവം എന്ന് പറയുമ്പോൾ മോളിൽ നിന്ന് ഒരു വെളിച്ചം വന്ന ആ ഒരു ഇറങ്ങണ സോബിൻ ഇറങ്ങണ കുട്ടൻ ഇറങ്ങുന്ന ഒരു സീനുണ്ട്. ആ വെളിച്ചമാണ് ആദ്യം കാണിക്കണത്. അതിവൻ പറയുന്ന സീനില്ല, അത് ആ അവരെടുത്തേക്കണ കഥാപാത്രമില്ലേ, നമ്മുടെ ചിദംബരവും ഇവർ എടുത്തേക്കണതില്ലേ, പക്കയായിട്ട് എടുത്തേക്കാണ്, അടിപൊളിയായിട്ട് എടുത്തേക്കാണത്. പക്ഷെ ഇപ്പൊ ആ സംഭവത്തിൽ ദൈവം ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ പേര് പറയണ്ടേ? സുഹൃത്തിന്റെ രൂപത്തിൽ വന്നു. നമുക്കൊരു ഡിസിഷൻ എടുക്കണല്ലോ എന്തായാലും. ഇപ്പൊ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ആര് ഇറങ്ങും, അല്ലെങ്കിൽ ഒരാളെ ഇറങ്ങിയേ പറ്റൂ. കാരണം ആദ്യം കയറിട്ടിട്ട് ആൾക്ക് അറിയുന്നില്ല. അവര് ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 10-20 മിനിറ്റോളം ഇല്ലേ ഈ കയറ് താഴത്തോട്ടിട്ടുണ്ടിരിക്കണേ. അല്ലാണ്ട് അവര് ഇറങ്ങാനൊന്നും ശ്രമിക്കണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒത്തിരി, ഞങ്ങളും ഒത്തിരി ഇതായി പോയി. ഫയർഫോഴ്സ് ആൾക്കാർ ഇറങ്ങാൻ പറ്റില്ല, ഇല്ല അവര് ഇറങ്ങാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. അപ്പൊ ലൈക്ക് ചേട്ടൻ ഓക്കെ ഞാൻ ഇറങ്ങാന്നുള്ള ഡിസിഷൻ എടുക്കണത് എങ്ങനെയായിരുന്നു? അതാണ് ഇവര് വന്നിട്ട് ഈ പറഞ്ഞ ആരില്ലേ അവര് വന്ന് ഇടണ മാത്രമേ ഉള്ളൂ, കയറിടണ മാത്രമേ ഉള്ളൂ, ആരും ഇറങ്ങണില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അവനെ നമുക്ക് സമയം വൈകിക്കൊണ്ടിരിക്കണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞത്. അത് ഇറങ്ങുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലൊരു ആദി അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. സമ്മതിച്ചില്ല, അവര് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവര് പറഞ്ഞത് ഇതാണ്, ഒരാള് പോയി ഇനി രണ്ടാമത് ഒരാളെയും കൂടി അതിനകത്തേക്ക് ഇനി കളയാൻ പറ്റില്ല. അപ്പൊ നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കി, നിങ്ങൾ അപ്പൊ അവർക്ക് ഒരു നിവർത്തിയില്ലാതെ. കാരണം അപ്പൊ നാട്ടുകാർ ഭയങ്കര ഇതാക്കി ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു, അവരുടെ അടുത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ഇറങ്ങാനൊരു ഇത് പറഞ്ഞു. അപ്പൊ എന്നാലും ഇറങ്ങിക്കോന്നുള്ള പിന്നെയാണ് അനുവാദം തന്നെ, ഇറങ്ങിക്കോന്നുള്ള അനുവാദം തന്നെ. അതിന്റെ ഉള്ളിൽ പോയിട്ട് ആദ്യമായിട്ടൊരു ശബ്ദം കേൾക്കണ എന്റെയാണ്. അപ്പൊ നാട്ടുകാര് എല്ലാം അവർക്കൊരു ക്യൂരിയോസിറ്റി ആയി, മറ്റേ സംഭവം കാര്യങ്ങള്. ആരും തിരിച്ചിട്ടിട്ടില്ല, ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അതിനുള്ള ഒരു സാറിന്റെ സൗണ്ട് കേട്ടപ്പോൾ അത് അവർക്ക് ചെറുത്താന്റെ അടുക്കള അല്ല എന്നുള്ള ഒരു ഇത് മാറ്റം ഇതുണ്ടല്ലോ. ആദ്യം ഈ കയറ് നമ്മുടെ മേല് കെട്ടുന്നു, നമ്മളാ ഇതിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, എത്രത്തോളം മനസ്സ് പേടിച്ചോ അതോ ഓക്കെ ഞാൻ എന്തായാലും എന്തായിരുന്നു ആ ഒരു ഫീൽ? എനിക്ക് അത് മഞ്ഞുമൽ ബോയ്സ് പേടിക്കില്ല. അത് കളിക്കടാ. ആ സമയത്ത് പേടിയോ അതൊന്നുമല്ല, നമുക്ക് ആകെ ഇവനെ എങ്ങനെയെങ്കിലും അവിടെ പിന്നെ എന്തോ ഒരു ദൈവത്തിന്റെ എക്സ്ട്രാ പവർ കിട്ടി. അപ്പൊ ഇത് ഇത്രയും പേർക്ക് ഈ സംഭവങ്ങളെല്ലാം അറിയാം എല്ലാം, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ശരിക്കും എങ്ങനെയാണ് അത് റിക്കവർ ആയത്? ആ ഒരു ട്രോമ എങ്ങനെയാണ് ചേട്ടൻ മറികടന്നത്? എത്ര സമയം എടുത്തു? ആ ഒരു 6 മാസം. അതല്ല മറ്റേത് രാത്രി പേടിച്ചെഴുന്നേക്കുമായിരുന്നു. രാത്രി പേടിച്ചെഴുന്നേക്കും. രാത്രിയാകുമ്പോ ഈ സംഭവം ഓർമ്മയിലേക്ക് ഒരു ഉറങ്ങി കഴിയുമ്പോ നമ്മൾ ഞെട്ടി എഴുന്നേക്കും. ഒരു ഫോട്ടോ ഇല്ലേ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഫോട്ടോ, റിയൽ ഫോട്ടോ. ഞങ്ങൾ ആ ഫോട്ടോ നിങ്ങൾക്ക് വേറെ ഫോട്ടോസും കാര്യങ്ങളുണ്ടോ കയ്യിൽ കാണിക്കാൻ? ഇപ്പൊ ആ പടത്തില് ഏറ്റവും എന്താ പറയാ ലാസ്റ്റ് അമ്മേനായിട്ട് ചെറിയൊരു ക്ലാഷ് വരുന്നതുണ്ട്. ഇപ്പൊ കാലും ഇങ്ങനെ മുറിവൊക്കെ ആയിട്ട് വന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ വീണു, അങ്ങനെ എന്തെങ്കിലും നുണ, പാറയിന്ന് തെന്നി വീണത്. ശരിക്കും നിങ്ങൾ നുണ പറഞ്ഞ് അല്ലേ? അല്ല, അതിന്റെ ഇൻസിഡന്റ് എന്ന് വെച്ചാല് ഇപ്പൊ എന്നെ നാട്ടിൽ നിൽക്കുമ്പോ ഈ പുള്ളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു സുഭാഷ് ഒരു കുഴിയിൽ വീണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴിയിൽ വീണ് ഇപ്പം എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു
ആ കുഴിയിൽ വീണിട്ട് ഇതുവരെ ആരും തിരിച്ചിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു സെക്കൻഡിൽ നമുക്ക് നമ്മുടെ ടെൻഷൻ എന്ന് വെച്ചാൽ, അതായത് കുഴിയിൽ വീണിട്ട് ഇതുവരെ ആരും തിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ സുഭാഷ് എന്താ ചോദിച്ചപ്പോൾ സുഭാഷിനെ കിട്ടി. അപ്പോൾ അവിടെ വാർത്തയൊക്കെ വരുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലാരെയും വാർത്തയൊന്നും വെക്കണ്ട, തമിഴ് ചാനലൊന്നും വെക്കണ്ട, മലയാളം ചാനൽ വെച്ചാൽ മതി, ആരും അറിയിക്കണ്ട, ഞങ്ങൾ രാവിലെ എത്തും, അപ്പോൾ അവനെ ഹോസ്പിറ്റലിലാക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ആലോചിക്ക്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇവർക്ക് 10 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സംസാരിക്കാം, കാര്യങ്ങൾ പറയാം, എന്തെങ്കിലും ആശ്വസിപ്പിക്കാം. അപ്പം ഞാൻ ഈ രാത്രി വെളുപ്പിന് എത്തുന്നവരെ ഞാൻ ഒറ്റയ്ക്ക് ഇതാരതും പറയാനും പറ്റില്ല, എനിക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ, ആരതും പറയാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ആ ടെൻഷൻ നമ്മൾ അനുഭവിക്കണം. ഇവർ രാവിലെ നമ്മൾ കാണുന്നത് വരെ നമുക്ക് ആ ടെൻഷനാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ആശ്വസിപ്പിക്കാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമുക്ക് ആ അവസ്ഥയില്ല. അപ്പോൾ അതാണ് ഒരു നമ്മളുടെ സൗഹൃദം, അല്ലെങ്കിൽ നമ്മളുടെ ആക്ച്വലി വീട്ടുകാർ അറിഞ്ഞപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? അത്യാവശ്യം റിക്കവർ ആയി നമ്മള്. ഒരു മാസം കഴിഞ്ഞാണ് വീട്ടുകാർ അറിയുന്നത്. സംഭവം ഈ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞ സംഭവം ഈ ഒരു കുർബാനയുടെ ഇടയിൽ. അപ്പൊ പള്ളിയിൽ വിളിച്ചു പറഞ്ഞപ്പോ അതിങ്ങനെ പൊട്ടി മൊത്തം മാറി. പിന്നെ മീഡിയക്കാരെന്നൊക്കെ പറഞ്ഞാലേ ബാക്കി സുഭാഷ് ആണോ? പരിപാടികൾ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകും. ഇനോഗ്രേഷൻസ് അല്ല, ഇതിന്റെ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട് പുള്ളി രാഷ്ട്രപതിയുടെ ധീരതക്കുള്ള അവാർഡൊക്കെ ആ വർഷം കിട്ടിയത്. ലാസ്റ്റ് ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനിയോ ഇതേപോലെ സാഹസിക യാത്രകൾ ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യുമോ? ഇത് ശരിക്കും പറഞ്ഞ ഒരു സാഹസിക യാത്രയോ അല്ലെങ്കിൽ സാഹസികമായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇത് കോമൺ ആയിട്ടുള്ള ബാച്ചിലേഴ്സ് പിള്ളേര് ഇറങ്ങി പോണ പോലെ ഒരു യാത്രയാണിത്. അല്ലാതെ ഇതൊരു സാഹസികമായിട്ട് ചെന്ന് പെട്ട രീതിയിലായി പോയി. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് എന്റെ റിക്വസ്റ്റ് ആണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കമലഹാസൻ സാറിന്റെ ഡയലോഗ് ഒരുമിച്ച് എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ വേണമെങ്കിലേ ഒന്നും കൂടി ഇവിടെ പോയി കുഴി നിർത്തുന്നത്. മനിതൻ ഉണർന്ന് കൊള്ള ഇത് മനിത കാതലല്ല. അത്ര മതി. അത് ചേട്ടൻ മാത്രം പറഞ്ഞാൽ. ഓക്കെ, 3, 2, 1 ഗോ. അതേം താണ്ടി Thank you so much. Yeah. குறைந்த விலை நிறைந்த தரம் தங்கள் தேவைகள் அனைத்தும் ஒரே இடத்தில். ஜெயச்சந்திரன். செலிப்ரேட் புரொடக்ஷன்ஸ் வழங்கும் ராசி இயக்கத்தில் ஸ்ரீகாந்த் நடிக்கும் சத்தமின்றி முத்தம் தா வெற்றி நடை போடுகிறது.